അല്ലാഹുവേ, നീ ഞങ്ങളുടെ സുവർണൻ എന്ന സഹോദരന് പരലോക വിജയം നൽകണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുവർണൻ ചേട്ടൻ എന്ന അബ്ദുറഹ്മാൻ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ തൻ്റെ ഭാര്യയും മക്കളെയൊക്കെ അടുത്ത് വിളിച്ചു പറഞ്ഞത്, ഞാൻ മരണപ്പെടുമ്പോൾ എൻ്റെ മരണാനന്തര ചടങ്ങെല്ലാം ഇസ്ലാമിൻ്റെ വിധിപ്രകാരമുള്ള അന്ത്യകർമ്മങ്ങളായിരിക്കണം. എന്നെ ഒടുവിൽ അടക്കം ചെയ്യപ്പെടുമ്പോൾ പള്ളി ഖബർസ്ഥാനിലായിരിക്കണം എന്ന ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് സുവർണൻ ചേട്ടൻ എന്ന അബ്ദുറഹ്മാൻ ഇഹലോകവാസം വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. എൻ്റെ ചുവടെ കാണുന്ന വീഡിയോ മുഴുവനായി അവസാന ഭാഗത്ത് നിങ്ങളെ കേൾപ്പിക്കും. നിങ്ങൾ ഓരോരുത്തരും കേൾക്കേണ്ടതാണ്. നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോകും. ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഭാഗമാകാൻ വേണ്ടി അതിനെ ആഗ്രഹിച്ചു വരികയും ഒടുവിൽ അദ്ദേഹം യാത്രയായപ്പോൾ തൻ്റെ കുടുംബാദികളെല്ലാം എല്ലാ ജനങ്ങളോടും നൽകിയ ഉപദേശങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കും. ഹിന്ദുകുലത്തിൽ ജനിച്ച എൻ്റെ പിതാവ് അദ്ദേഹത്തിന്റെ പക്വത എത്തിയ സമയത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം മതം സ്വീകരിച്ച് മരിക്കുന്നതുവരെയും ആ ഒരു സിദ്ധാന്തത്തെ പിന്തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. തിരുവനന്തപുരം മുടവരം സ്വദേശിയാണ് സുവർണൻ ചേട്ടൻ. ഹിന്ദുമതത്തിൽ ജീവിച്ചു വളർന്നു വന്ന അദ്ദേഹം നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുകയാണ്, എനിക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭാഗമാകണം. ആരുടെയും പ്രേരണയോ നിർബന്ധമോ ഒന്നുമില്ലാതെ അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭാഗമായി. തൻ്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ ഈ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവരാരും ശക്തമായൊന്നും നിരസിച്ചില്ല. അങ്ങനെ അവർക്കിടയിൽ ഒരു നല്ല മുസൽമാനായി ജീവിക്കുമ്പോഴും ഒരാളുടെയും മറ്റാരുടെയും കാര്യത്തിൽ ഇടപെടുകയോ അവരുടെ ആരാധന അപഹസിക്കുകയോ അവർക്കിടയിൽ സങ്കീർണതയൊന്നും സൃഷ്ടിക്കാതെ തൻ്റെ മുറപ്രകാരമുള്ള ആരാധന കർമ്മങ്ങൾ അദ്ദേഹം നിർവഹിക്കുകയും നാട്ടിലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കർമ്മോത്സുകനായി അദ്ദേഹം പ്രവർത്തിക്കുകയും ഒരു സുപ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അതിന് തൊട്ടു മുമ്പ് തൻ്റെ ഭാര്യയും മക്കളെയൊക്കെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ജീവിതത്തിൻ്റെ സായം സന്ധ്യയിലാണ് ഞാൻ ഇസ്ലാമിൻ്റെ ഭാഗമായത്. ഞാൻ ബാല്യകാലം മുതൽ ഇസ്ലാമിൻ്റെ ഭാഗമായി ജനിച്ചു വളർന്നു വന്ന ഒരാളല്ല. പക്ഷേ എനിക്കിപ്പോൾ ആഗ്രഹം എൻ്റെ മരണാനന്തരം ഇസ്ലാമിൻ്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കപ്പെടണമെന്നുള്ളതാണ്. അതോടൊപ്പം എൻ്റെ മൃതശരീരം പള്ളി ഖബർസ്ഥാനിൽ അടക്കം ചെയ്യപ്പെടണമെന്നുള്ളതാണ്. അവർക്കൊക്കെ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ തോന്നിയെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ആഗ്രഹമല്ലേ തിരസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട സുവർണൻ എന്ന അബ്ദുറഹ്മാൻ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്ത് യാത്രയായി. ആ സമയത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, എങ്ങനെ അദ്ദേഹത്തിനെ അടക്കം ചെയ്യപ്പെടണം, ഏത് മുറപ്രകാരം, ഏത് മതവിധി പ്രകാരം എന്നുള്ള തർക്കം വന്നു. തൻ്റെ മക്കളും കുടുംബാദികളും ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ഒരു മകന് അല്ലെങ്കിൽ മക്കൾക്ക് അച്ഛനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതി എന്നുള്ളത് അവരുടെ വസിയ്യത്ത്, അവരുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചത് ഇസ്ലാം മതവിധി പ്രകാരം അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കപ്പെടുകയും പള്ളിയിൽ അടക്കം ചെയ്യപ്പെടണമെന്നുള്ളതാണ്. അങ്ങനെ മുടവരം മുസ്ലിം ജമാഅത്തിലെ കമ്മിറ്റി അംഗങ്ങളെ, മഹല്ലി നിവാസികളെയൊക്കെ വിളിച്ചു വരുത്തി. ആ പ്രിയപ്പെട്ട മക്കൾ, എനിക്ക് അവരെ ഓർത്ത് ഞാൻ അഭിമാനിക്കുകയാണ്, സന്തോഷം തോന്നുകയാണ്. പ്രത്യേകിച്ച് മുടവരം സ്വദേശികളായ ഹിന്ദു സഹോദരങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ നമ്മൾ മതമോ ജാതിയോ ഒക്കെ പറയല്ല, അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ അഭിലാഷങ്ങൾക്കൊപ്പം നമ്മൾ നിന്നു എന്നുള്ളതാണ്. അങ്ങനെ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ അവിടെ വരികയും അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുകയും ഒടുവിൽ പ്രാർത്ഥന നടത്തി എല്ലാ മുസ്ലിമീങ്ങളെയും കൊണ്ടുപോകുന്ന ആ മഞ്ചലിലേറ്റി പള്ളി ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ മുടവരം സ്വദേശിയായ സുവർണൻ എന്ന ചേട്ടൻ അബ്ദുറഹ്മാനായി മാറിയ ബഹുമാനപ്പെട്ട സുവർണൻ ചേട്ടന് അന്ത്യവിശ്രമം ഒരുക്കുകയും ചെയ്തു. ഞാനിത് മുസ്ലിം സമൂഹത്തോട് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ചിന്തിച്ചു നോക്കിയേ. ഈ നാട്ടിൽ എന്തെല്ലാം തരത്തിലുള്ള അപവാദങ്ങളും അപകീർത്തികളും പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും എത്രയോ നല്ലവരായ മനുഷ്യർ ഇസ്ലാമിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുകയല്ലേ. അതോടൊപ്പം ഒരാൾ ഇസ്ലാമിൻ്റെ ഭാഗമാകാൻ വേണ്ടി എടുക്കുന്ന എഫോർട്ട്, അദ്ദേഹത്തിൻ്റെ അഭിലാഷങ്ങൾ, നമ്മളെപ്പോഴെങ്കിലും സുവർണൻ ചേട്ടൻ എന്ന അബ്ദുറഹ്മാൻ അവരൊക്കെ ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളാരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ആവണമെന്നും അങ്ങനെ മരിക്കണമെന്നും അങ്ങനെ മറമാടപ്പെടണമെന്നൊക്കെ നമ്മുടെ ഒരു സ്വാഭാവികതയിൽ ഇങ്ങനെ ഇതിൻ്റെ ഭാഗമായി പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഭാഗമായി അങ്ങനെ ജീവിച്ച് അങ്ങനെ പൊയ്ക്കോളുമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അവരങ്ങനല്ല. നമ്മളാരും ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരു മുള്ളു പോലും നമ്മുടെ ആരെയും കാലിൽ തറച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ടും ഈ വിശ്വാസം യാതൊരുവിധ അതിനൊരു വിലയും കൽപ്പിക്കാത്ത രൂപത്തിലേക്ക് വെറും ഒരു മേലങ്കിയാക്കി കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ചിന്തിച്ചോണം. പരിശുദ്ധമായ ഇസ്ലാം അത് കഷ്ടപ്പെട്ട് നേടിയ ആളുകൾക്ക് അതിനത്രയും മൂല്യമുണ്ടായിരുന്നു. പക്ഷേ വാപ്പ മുസ്ലിമായതുകൊണ്ട്, ഉമ്മ മുസ്ലിമായതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി വന്നവർ ഇപ്പോഴും പല ആളുകളുണ്ടല്ലോ. പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു കച്ചവടം ചെയ്യാനുള്ള ഒരു മാർഗമായി
ഒരു ഉപാധിയായി കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടോണം. ഈ സുവർണ്ണൻ ചേട്ടനുള്ള അബ്ദുറഹ്മാൻ അവരെല്ലാം ഏതെല്ലാം വഴികളിലൂടെ ജീവിച്ചു വളർന്നു വന്നവരാണെന്ന് അതൊക്കെ കണ്ടോണം. അതൊക്കെ നമുക്ക് പാഠമാണ്. അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഓരോ പാഠമാണ്. വിശുദ്ധമായി ഖുർആൻ പറഞ്ഞതുപോലെ മുന്നറിയിപ്പുകാരൻ നിങ്ങളുടെ മുമ്പിൽ വന്നില്ലയോ, നന്നാകാനും മാറാനും ഒക്കെ ചിന്തിക്കാനും ഒക്കെ മുന്നറിയിപ്പുകാരൻ നിങ്ങളുടെ മുമ്പിൽ വന്നില്ലയോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യം ഇത്തരം പാഠങ്ങളാണ്. ഇത്തരം സുവർണ്ണൻ ചേട്ടന്മാർ, അബ്ദുറഹ്മാനായി മാറിയ സുവർണ്ണൻ ചേട്ടന്മാർ നമ്മുടെ മുമ്പിൽ പാഠമാണ്. ഇനിയും ചിന്തിച്ചില്ലെങ്കിൽ ഇനി എപ്പോഴാണ് നമുക്ക് ചിന്തിക്കാൻ അവസരമുള്ളത്? അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മക്കൾ പറഞ്ഞതുകൂടി കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഒരു മനുഷ്യനെ ഞങ്ങളോട്, ഭാര്യയോടും മക്കളായ ഞങ്ങൾ 3 പേരോടും പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ആഗ്രഹം, അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഇസ്ലാം മത വിധിപ്രകാരം എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്നാണ്.